അതുല്യ, നമ്മളിപ്പോൾ നിൽക്കുന്നത് MT നിളയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു വശത്ത് വേദിയിൽ നോക്കുകയാണെങ്കിൽ തിരുവാതിര പുരോഗമിക്കുകയാണ്. നമ്മുടെ അതിഥി നമുക്കായി ഇവിടെ കാത്തിരിപ്പുണ്ട്. നമുക്ക് നമ്മുടെ അതിഥിയെ വിളിക്കാം. കഥകളിയാണ്, ഇവന്റ് കഥകളിയാണ്. പേരെന്താണ്? അലാന ഷൗബാദ്. വയനാട് ജില്ല. വയനാട്ടിൽ നിന്നാണ് നമ്മുടെ കുട്ടി വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടി 2-3 മുദ്രകൾ കാണിച്ചു തരാമോ? കാണിച്ചു തരാം. Next code number 112. Judges, please note code number 112 on stage. അതെ, പാട്ടുകളുടനെ തകർത്തരുന്നതിന് ആ കണ്ണിന്റെ ഒക്കെയുള്ള അനക്കങ്ങളും. കാളിദാസനൊന്ന് ചെയ്ത് നോക്കണമെന്നുണ്ടോ? കാളിദാസൻ അവിടുന്ന് കോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്നെക്കാളും നന്നായിട്ട് ചെയ്യുന്നത് ഇതാണ്. കാരണം ഈ കണ്ണുകൊണ്ടുള്ള പരിപാടിയൊക്കെ രേണുകയാണ്. അല്ലെ, വെറുതെ നിൽക്കുമ്പോൾ 5 മിനിറ്റ് കൂടുമ്പോൾ കണ്ണുകൊണ്ട് ഇങ്ങനെ ഉരുട്ടും. അല്ല തന്നെ നോക്കുക, ഉരുണ്ട കണ്ണ്. നമുക്കപ്പം മോളെ ചെയ്ത വേഷം എന്താ? പച്ചവേഷമാണെന്ന് മനസ്സിലായി. അതെ, അർജുനന്റെ വേഷമായിരുന്നു. കഥ എന്തുവായിരുന്നു? അർജുനൻ ആണ് ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പോയത് മനുഷ്യനായി. അപ്പം അർജുനൻ തന്റെ അമ്മയായ ഇന്ദ്രാണിയോട് പറയുന്നതാണ് അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എ ഗ്രേഡ് ആണ്. എ ഗ്രേഡ് കിട്ടി. ഹൈസ്കൂൾ വിഭാഗം, ഹയർ സെക്കൻഡറി വിഭാഗം. അപ്പം പ്ലസ് ടു ആണ്. അപ്പം ഈ കലോത്സവം, സ്കൂൾ കലോത്സവം ഇതോടെ കഴിയാണ്. എ ഗ്രേഡോടുകൂടി തന്നെ ഇറങ്ങുന്നു. ഇനി യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും അടിപൊളിയായി മോളെ. എ ഗ്രേഡ് കിട്ടി. വേറെ എന്തെങ്കിലും ഇനങ്ങളുണ്ടോ? വേറെ ഒന്നുമില്ല, കഥകളി തന്നെയാണ്. എത്ര കാലം കൊണ്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്തെടുത്തത്? ഞാൻ ഈ വർഷം തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും പ്ലസ് 2-ൽ തന്നെ കഴിഞ്ഞു. കലോത്സവത്തിന്റെ ആ കാലം കഴിഞ്ഞു. അത് എ ഗ്രേഡോട് കൂടി തന്നെ ഇറങ്ങി. ഇനി യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളുണ്ട്. എന്തായാലും വയനാടിന് നല്ലോണം പോയിന്റ് കൂടി വരുന്നുണ്ട്. പ്രതീക്ഷയുണ്ടോ കപ്പടിക്കുമെന്ന്? കപ്പടിക്കണം എന്നാണ്, പക്ഷെ നമുക്ക് നോക്കാം. അതെ, ശ്രമിക്കട്ടെ. മത്സരം